നമ്മുടെ വനമന്ത്രി സഖാവ് AK ശശീന്ദ്രന്റെ മാനം കാത്തത് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയായ കടുവയാണോ മറ്റൊരു കടുവയാണോ എന്ന് ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, തറാട്ട് മുതലായ പ്രദേശങ്ങളിലെ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു നരഭോജിയായ കടുവ. അതിനെ ഇന്ന് രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാധ എന്ന തൊഴിലാളി സ്ത്രീയെ ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങള് വലിയ തോതില് ഭയവിഹ്വലരായത്. അതിനെ കൊല്ലുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടനെ അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്ന് അവിടുത്തെ ജനപ്രതിനിധികള് ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരു ദൗത്യ സംഘത്തെ തന്നെ ഏർപ്പെടുത്തി. ഷാർപ്പ് ഷൂട്ടർമാരും കുങ്കിയാനകളും അടക്കമുള്ള ഒരു ദൗത്യ സംഘം. ആ കടുവയാണ് ഇന്ന് രാവിലെ പിലാക്കാവ് പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തുള്ള വനത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവ ചത്ത കേസിൽ വനം വകുപ്പിന്റെ മയക്കുവെടിയോ അല്ലെങ്കിൽ ഒറിജിനൽ വെടിയോ കാരണമായിട്ടില്ലെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. ചാനലുകളുടെയും മറ്റ് മാധ്യമങ്ങളുടെയും തത്സമയ റിപ്പോർട്ടിങ്ങിലൂടെ ഈ നരഭോജിയായ കടുവ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ആശങ്കയ്ക്ക് കാരണമായി മാറി. കമയോണിലെ നരഭോജികൾ എന്ന് പറയുന്നത് പോലെ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയും വളരെ പ്രസിദ്ധനായി. അത് ആൺകടുവയാണോ പെൺകടുവയാണോ എന്ന് ആദ്യം തിട്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് അതൊരു പെൺകടുവ ആണെന്നാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലുക മുതലായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് വനാന്തർഭാഗത്ത് കൊണ്ടുവിടുകയാണ് പതിവ്. പക്ഷെ ഇവിടെ സാഹചര്യം മറ്റൊന്നായിരുന്നു. രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ കടുവ കൊന്നതോടുകൂടി അതിനെ വെച്ചേക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ് ജനങ്ങൾ എടുത്തത്. അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണമെന്ന് അവര് ആവശ്യപ്പെട്ടു. അതേ തുടർന്നാണ് സർക്കാർ ഒന്നുകിൽ അതിനെ ജീവനോടെ പിടിക്കുക അല്ലെങ്കിൽ കാണുന്ന മാത്രയിൽ തന്നെ വെടിവെച്ച് കൊല്ലുക എന്ന തരത്തിലുള്ള ഉത്തരവിറക്കിയത്. ഷൂട്ട് അറ്റ് സൈറ്റ്. ഈ ഉത്തരവ് ചരിത്രപ്രധാനമായ ഒന്നാണെന്നാണ് നമ്മുടെ AK ശശീന്ദ്രൻ സാർ പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് വ്യക്തമല്ല. അത് മാത്രമല്ല, ഈ ചരിത്രപ്രധാനമായ ഉത്തരവിന്റെ ക്രെഡിറ്റിന്റെ ഒരു ഭാഗം അദ്ദേഹം മുഖ്യമന്ത്രിക്കും നൽകി. അതങ്ങനെ വേണമല്ലോ. ഒരു വകുപ്പിന്റെ മാത്രം തീരുമാനമോ അല്ലെങ്കിൽ ഖ്യാതിയോ ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിക്ക് നൽകി. ശശീന്ദ്രൻ പറഞ്ഞത് ഈ ഉത്തരവിടുന്നതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ കടുവയെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ വധിക്കുന്നതിനോ ആവശ്യമായ വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത്. ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ വെടിവെപ്പ് വീരന്മാരായ ഒരു സംഘം ആളുകള്, കുങ്കിയാനകള്, അതുമാത്രമല്ല 48 മണിക്കൂർ നിരോധനാജ്ഞ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഏർപ്പെടുത്തി. സഞ്ചാര നിയന്ത്രണം കൊണ്ടുവന്നു. ഈ ദൗത്യ സംഘം കടുവയെ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തി. അതിന്റെ പിന്നാലെ വിശ്രമം കൂടാതെ പാഞ്ഞു നടന്നു. പക്ഷേ കടുവയുടെ പൊടി പോലും കിട്ടിയില്ല. ഇത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മന്ത്രിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവസാനിച്ചു. അദ്ദേഹം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വിട്ടു. അവിടെ ഫ്രീഡം ഫാഷൻ ഫ്യൂഷൻ മെഗാ മ്യൂസിക്കൽ ഷോ നടക്കുക. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാവുന്നേറ്റിരിക്കുന്നത് അദ്ദേഹമാണ്. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നരഭോജിയായ കടുവയുടെ കാര്യം അരുൺ സക്രിയ നോക്കട്ടെ. ഇവിടെ ഈ മ്യൂസിക്കൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നമ്മൾ നോക്കാം. അദ്ദേഹം അവിടെ ചെന്നു. ആട്ടവും പാട്ടവും മേളവും ആരവും എല്ലാം കണ്ടപ്പോ അദ്ദേഹത്തിന് ഹരം കയറി. മൈക്കെടുത്ത് വെച്ച് പാടി തിമിർത്തു. ദ്രോഹികളായ ഈ വാർത്താ ചാനലുകാര് 8ന്റെ പണിയാണ് മന്ത്രിക്ക് കൊടുത്തത്. ഒരു ഭാഗത്ത് പഞ്ചാരക്കൊല്ലിയില് ഭയവിഗ്രരായി നടക്കുന്ന ആളുകള്, ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ക്ലിപ്പുകള് ഇതൊക്കെ കൊടുക്കുന്നു. മറുഭാഗത്ത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പാട്ടും ബഹളവും ആരവവും മേളവും ആട്ടവും അതുപോലെ തന്നെ മന്ത്രിയുടെ പാട്ടും അതിങ്ങനെ മാറി മാറി വരും. ആദ്യം പഞ്ചാരക്കൊല്ലി, അത് കഴിഞ്ഞ് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം. ചില ചാനലുകാര് ഈ 2 സംഭവങ്ങളുടെ ദൃശ്യങ്ങള് ഒരേ സ്ക്രീനിൽ 2 വിൻഡോകളിൽ കൊടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ പാട്ട് പാടി ക്ഷീണിച്ച് വിയർത്തൊലിച്ച് നമ്മുടെ മന്ത്രി പഞ്ചാരക്കൊല്ലിയിൽ എത്തിയപ്പോൾ അവിടെ നാട്ടുകാർ മുഴുവൻ വയലന്റ് ആയിട്ട് നിൽക്കുകയാണ്.
അവര് മന്ത്രിയെ കൂവി, അവര് വിളിച്ചു പറഞ്ഞു അയാൾക്കൊരു മൈക്ക് കൊടുക്ക്, പാടട്ടെ. കരിങ്കുടി കാണിച്ചു, അദ്ദേഹത്തിന്റെ കാറിന് മുമ്പില് കിടന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ മന്ത്രിക്കെതിരെ അരങ്ങേറിയത്. അദ്ദേഹം രാധയുടെ വീട്ടിൽ ബന്ധുക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും വന്നതാ. രാധയുടെ മകന് ഒരു താൽക്കാലിക സർക്കാർ ജോലി നൽകുന്നതിന്റെ ഉത്തരവിന്റെ കോപ്പി കൊടുക്കാൻ വന്നതാ. ഏതായാലും പ്രതിഷേധം ശക്തമായതോടുകൂടി ഈ ഉത്തരവ് വീട്ടുകാർക്ക് നൽകിയിട്ട് വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാൻ കോടതിയിൽ പോകുന്ന പരിസ്ഥിതി പ്രവർത്തകരെ രണ്ട് പള്ളും പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. പാട്ടൊക്കെ നല്ലതാ സാറേ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് വലിയ ടെൻഷനും പിരിമുറുക്കവും സ്ട്രെസ്സും ഒക്കെ ആണല്ലോ. അതിനിടയ്ക്ക് ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയാൽ അത് കുറച്ചൊന്ന് ഒഴിവാക്കാൻ സാധിക്കും. പി ജെ ജോസഫിന്റെയും എം കെ മുനീറിന്റെയും പി സി വിഷ്ണുനാഥിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഒക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. ശശീന്ദ്രന്റെ പാട്ട് കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല പാട്ടുകാരനാണ് എന്നാണ് അറിയുന്നത്. പക്ഷേ പാട്ടിനും ആട്ടത്തിനും ഒക്കെ സമയവും കാലവും അല്പം ഔചിത്യവും ഒക്കെ നോക്കണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർക്ക് പിടിച്ചില്ലെന്ന് വരും. അതാണ് പഞ്ചാരക്കൊല്ലിയിൽ അദ്ദേഹത്തിന്, നമ്മുടെ ശശീന്ദ്രന് സംഭവിച്ചത്. ശശീന്ദ്രൻ പഴയ കോൺഗ്രസ്സുകാരനാ, ഇപ്പൊ കോൺഗ്രസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കട്ട എതിർപ്പാ. പക്ഷെ ചില കാര്യങ്ങളിലെങ്കിലും ശശീന്ദ്രന്റെ മാതൃസംഘടനയെ മാതൃകയാക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസില് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നേതാക്കന്മാർക്കിടയിൽ ഐക്യം പോരാ എന്നൊരു ധാരണ പരന്നിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായി. അപ്പൊ ഈ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേർന്നപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. അതായത് നേതാക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാലോകരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് ഒരു സംയുക്ത പത്രസമ്മേളനം നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. രണ്ടുപേരും സമ്മതിച്ചതാ. പക്ഷേ അതിനിടയ്ക്കാണ് ഈ പത്രസമ്മേളനം തീരുമാനിച്ചതിന്റെ തലേ രാത്രി AICCയുടെ ഒരു സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ആളാ, അദ്ദേഹം ആ കാറിൽ സഞ്ചരിക്കുമ്പോൾ അപകടം പറ്റി. കാലിന് മുട്ടിനാടെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. ആ ഒരു അപകടം പ്രമാണിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം പോലും മാറ്റിവെക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. ഇതിനെ ഒന്നും മാതൃകയാക്കാവുന്നതേ ഉള്ളൂ. കാരണം പഞ്ചാരക്കൊല്ലിയിലെ ജനം പേടിച്ചു വിരണ്ടു നടക്കുമ്പോ, അല്ലെങ്കിൽ ദൗത്യ സംഘം ഈ കടുവയെ ഒന്ന് പിടിക്കാനോ കൊല്ലാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മന്ത്രി പാട്ടുപാടാൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോഴിക്കോട് പോയത് അത് നാട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, പഴയ മാതൃസംഘടനയെ മാതൃകയാക്കുന്നതിൽ തെറ്റില്ല എന്ന്. എന്തായാലും വനം വകുപ്പുകാർ വെടിയൊന്നും വെച്ചില്ലെങ്കിലും കടുവ നമ്മുടെ മന്ത്രിയുടെ മാനം കാത്തു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് നരഭോജിയായ കടുവയാണോ അതിന്റെ ശത്രുവായ മറ്റേതെങ്കിലും ഒരു കടുവയാണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. രാവിലെ ചത്തുകിടക്കുന്ന കടുവയെ കണ്ടപ്പോഴാണ്, ഒരു ആടിനെയോ കോഴിയെയോ പിടിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു കടുവയാണ്. അത്രയ്ക്ക് അവശയും ദുർബലയുമായ ഒരു കടുവയാണ് ഈ നരഭോജിയായ കടുവ എന്ന് മനസ്സിലാക്കുന്നത്. അതിനെ പിടിക്കാനാണ് നമ്മൾ വലിയ ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്, കുങ്കിയാന, ഷാർപ്പ് ഷൂട്ടർമാരൊക്കെ. പക്ഷെ ദോഷം പറയരുതല്ലോ, നമ്മൾ ഈ കടുവ ഏത് തരക്കാരനാണ് തരക്കാരിയാണ് എന്നറിഞ്ഞിട്ടല്ലല്ലോ ഈ സജ്ജീകരണങ്ങളെ ഏർപ്പെടുത്തുന്നത്. അതിൽ തെറ്റു പറയാനില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോ ഈ നരഭോജി വെറും ദുർബലയായ ഒരു ആടിനെ പോലും, ഒരു കോഴിയെ പോലും പിടിക്കാൻ കഴിവില്ലാത്ത ഒരു കടുവയായിരുന്നു എന്നാണ് മനസ്സിലായത്. കടുവ ചത്ത് അറിഞ്ഞപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അപ്പം തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അന്നേരവും വനം വകുപ്പ് ഓഫീസിൽ നിന്ന് ഇതിനൊരു സ്ഥിരീകരണം വേണമെന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചത്. അതായത് മന്ത്രി സ്ഥിരീകരിക്കണം കടുവ ചത്തെന്ന്. ഈ ചില രാജ്യങ്ങളില് രാഷ്ട്രത്തലവന്മാര്, പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ മരിക്കുമ്പോൾ ഉടനെ ആ വിവരം പുറത്തേക്ക് വിടില്ല. ക്യാബിനറ്റോ അതുപോലെ ബന്ധപ്പെട്ട സമിതികളോ യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനുശേഷമാണ് മരണം സ്ഥിരീകരിക്കുക. നമ്മുടെ കടുവയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. മരണാനന്തര ബഹുമതി കിട്ടിയ നരഭോജിയായ കടുവ. ഈ സ്ഥിരീകരണവും വളരെ കേമമായി കേട്ടോ. നമ്മുടെ മന്ത്രി പറഞ്ഞ എന്താണെന്നറിയാമോ? ഇനി പഞ്ചാരക്കൊല്ലിയിലെ ആളുകൾക്ക് സുഖമായി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. മന്ത്രി പറഞ്ഞത് കേട്ടാൽ തോന്നും ഈ കടുവയെ വനം വകുപ്പുകാര് അതിസാഹസികമായി വെടിവെച്ച് കൊന്നതോ മറ്റോ ആണെന്ന്. കടുവയുടെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. ചില വിദഗ്ധന്മാർ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. അതായത് രണ്ടു സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ തോൽക്കുമെന്ന് ഉറപ്പാകുന്ന സൈന്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ രാജാവ്, ആ പടയെ നയിക്കുന്ന ആള് ശത്രുക്കൾക്ക് കീഴടങ്ങാൻ തയ്യാറാവാതെ സ്വയം ജീവൻ വെടിയാറുണ്ട്. അതായത് ചില പഴയ രാജാക്കന്മാര്, ദളവമാര് അല്ലെങ്കിൽ പടത്തലവന്മാര്, അവരൊക്കെ ഈ നാട്ടി നിർത്തിയ വാളിൽ സ്വയം ചാടി മരിച്ച കഥകള്, ചരിത്രം, ഐതിഹ്യങ്ങള് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ
ഈ കടുവയോ അങ്ങനെ ചെയ്തതാണെന്ന് ചിലര് വിചാരിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് വലിയൊരു ശത്രു സംഘം വന്നിരിക്കുക, വെടിവെപ്പുകാരും അതുപോലെ തന്നെ കുങ്കിയാലുകളും ഒക്കെ ആയിട്ട്. എങ്കിൽ പിന്നെ യുവമാർക്ക് കീഴടങ്ങേണ്ട എന്ന ഈ കടുവ തീരുമാനിച്ചു കാണാം, അങ്ങനെ ആയിരിക്കാം മരണം സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ മറ്റു ചിലര് ശത്രുവായ ഒരു കടുവയാണ് മരണകാരണമെന്ന് പറയുന്നു. ഈ കടുവയ്ക്ക് കിട്ടിയ പബ്ലിസിറ്റി, മീഡിയ ഹൈപ്പ്, അതിൽ അസൂയ പൂണ്ട മറ്റേതോ ഒരു കടുവ ഈ കടുവയെ വധിച്ചതാവാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മരിച്ച രാധയുടെ കുടുംബം പറഞ്ഞതാ. ചത്തതായാലും കൊന്നതായാലും സന്തോഷം. അതായത് സർക്കാരിൻ്റെയോ വകുപ്പിൻ്റെയോ തുണ കിട്ടാത്ത പാവത്തുങ്ങൾക്ക് കടവുൾ തുണയി.